നമുക്ക് മ്യാൻമറിലെയും തായ്ലൻഡിലെയും ഭൂചലനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് വരാം. മരണം 100 കടന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇന്ത്യൻ പൗരന്മാർ നിലവിൽ സുരക്ഷിതരാണ് എന്നാണ് തായ്ലൻഡിലെ ഇന്ത്യൻ എംബസി അറിയിക്കുന്നത്. ഭൂചലനത്തിന്റെ പ്രകമ്പനം ഇന്ത്യയിലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വരെ അനുഭവപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. വിവരങ്ങൾ അനൂപ് ദാസ് നൽകും. അനൂപ്, ആ ഒരു ഭൂചലനത്തിന്റെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വലിയ കെട്ടിടങ്ങളൊക്കെ, ആകാശത്തോളം മുട്ടി നിൽക്കുന്ന കെട്ടിടങ്ങളൊക്കെ അതേപടി നിലം പൊത്തുന്ന കാഴ്ചകൾ, ആളുകൾ രക്ഷാപ്രവർത്തനം നടത്തുന്ന കാഴ്ചകളൊക്കെയാണ്. 100 കടന്നു മരണസംഖ്യ. ഇതിനകം തന്നെ ഇനിയും മരണം ഉയരാനുള്ള സാധ്യത തന്നെയാണുള്ളത്. നിലവിൽ വരുന്ന കണക്കുകൾ എത്രയാണ്? ഔദ്യോഗികമായ എന്തെങ്കിലും സ്ഥിരീകരണം വന്നോ? രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? തായ്ലൻഡിൽ നിന്ന് ഔദ്യോഗികമായി നമുക്ക് ലഭിച്ച ഒരു വിവരം, അവിടെ നഗര മധ്യത്തിൽ തന്നെയുള്ള ഒരു കെട്ടിടം തകർന്നു വീണ് അതിന് 50ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ്. 7 പേരെ മാത്രമാണ് രക്ഷിക്കാൻ കഴിഞ്ഞത്. ഇനിയും ഏറെ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇതേപോലെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നിരവധി കെട്ടിടങ്ങൾ ഈ മേഖലയിലേത് തായ്ലൻഡിലെയും മ്യാൻമറിലെയും തകർന്നു വീണിട്ടുണ്ട്. മ്യാൻമറിൽ 6 സംസ്ഥാനങ്ങളിൽ ഈ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ അതിരൂക്ഷമായ സാഹചര്യത്തിലൂടെ പല മേഖലകളും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി കെട്ടിടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇപ്പോൾ യഥാർത്ഥത്തിൽ എത്രയാണ്, അല്ലെങ്കിൽ എത്ര പേർക്ക് പരിക്ക് പറ്റി തുടങ്ങിയിട്ടുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള വിവരം ലഭ്യമാകാനുള്ള ഒരു സമയമായിട്ടില്ല. എങ്കിലും അതിരൂക്ഷമായ സാഹചര്യത്തിലൂടെയാണ് ആളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തായ്ലൻഡിലും ഒപ്പം തന്നെ ഈ മ്യാൻമറിലും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം. ഈ തായ്ലൻഡിലുള്ള ഇന്ത്യൻ എംബസി ഇപ്പോൾ ഒരു മണിക്കൂർ മുൻപ് ഒരു വിവരം പുറത്തുവിട്ടത്, ഇന്ത്യൻ പൗരന്മാർ ആർക്കും ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചതായിട്ടുള്ള വിവരം ഈ നിമിഷം വരെ വന്നിട്ടില്ല. ഇപ്പോൾ എല്ലാവരും സുരക്ഷിതരാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം വേണമെങ്കിൽ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്പർ കൂടി തായ്ലൻഡിലെ ഇന്ത്യൻ എംബസി നൽകിയിട്ടുണ്ട്. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ കാര്യം, 2 രാജ്യങ്ങളിലെയും സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ്. എന്ത് സഹായത്തിനും ഇന്ത്യ തയ്യാറാണ്. അവിടങ്ങളിലെ ജനങ്ങളുടെ അവരുടെ രക്ഷപ്പെടലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. വരുന്ന 3-ാം തീയതി ഉച്ചകോടിക്ക് വേണ്ടി തായ്ലൻഡിലേക്ക് പോകാനിരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പക്ഷേ ആ ഉച്ചകോടി നടക്കാൻ ഇടയില്ല. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ അവിടുത്തെ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. എന്തായാലും രൂക്ഷമായ സ്ഥിതിഗതികളിലൂടെയാണ് ഈ 2 രാജ്യവും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് രൂക്ഷമായ ഒരു സാഹചര്യമാണ്. അനൂപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഔദ്യോഗികമായ ഒരു കണക്കുകളോ മരണം എത്രത്തോളമുണ്ട്, ആൾനാശം എത്രത്തോളമുണ്ട് എന്നുള്ളൊരു കണക്ക് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. കാരണം അത്രത്തോളം വലിയൊരു ആഘാതമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യക്കാരുൾപ്പെടെയുള്ളവർ ഇതുവരെ സുരക്ഷിതമാണ് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്.